പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളങ്ങനെ ഒരു നാട്ടിൽ ഒരു പ്ലേസിൽ വന്നിരിക്കുകയാണ്, നമ്മുടെ കേരളത്തിൽ. അപ്പോൾ ഞാൻ സ്ഥിരം കാണുന്ന ആ പ്രദേശത്തെ കുറേ കാഴ്ചകളുണ്ട്. പക്ഷെ അതിൽ നിന്ന് വിട്ടിട്ട് എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതിൻ്റെ അന്വേഷണ ഫലമായിട്ട് അങ്ങനെ വന്ന് കറങ്ങി വന്നപ്പോൾ നമ്മൾ സ്പോട്ടിലെത്തി. ആ സ്പോട്ട് ആദ്യം നിങ്ങളെ ഞാൻ കാണിക്കാം. എങ്ങനെയുണ്ട്? മനോഹരല്ലേ? വല്ല ന്യൂസിലാൻഡാന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ പറ്റിക്കായിരുന്നു അല്ലേ? നാട്ടിലാന്ന് ആദ്യം തന്നെ പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ അതിനെ മീച്ച് വെച്ചിട്ട് കുറയും. ഇനി നമുക്ക് അവിടേക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. ആ റോഡ് ഏതാണെന്ന് മനസ്സിലായോ? ആകാശത്തിൻ്റെ ഒരു ഇത് കളർഫുള്ളല്ലേ? ആ വെള്ളയും ബ്ലൂവും പച്ചയും എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ഭയങ്കര ഭംഗിയല്ലേ നോക്കി. ഇന്ന് നല്ല ഫോട്ടോഗ്രാഫിക്കുള്ള അന്തരീക്ഷമാണ്. മനോഹരം എന്ന് വെച്ചാൽ അതിമനോഹരം. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് മൂന്നാറിലാണ്. മൂന്നാറിലെ എൻജിനീയറിംഗ് കോളേജിൻ്റെ അടുത്താണ്. അതായത് ഒരു മല കയറി പോകണം. നമ്മുടെ കോളനി റോഡ് എന്ന് ചോദിച്ചാൽ മതി. കോളനി റോഡ് കഴിഞ്ഞ് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിയുമ്പോഴാണ് ഇടത് സൈഡിൽ KCBയുടെ ഒരു ഓഫീസും അവരുടെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ കുറച്ച് മുകളിൽ വരണം. മനോഹരം എന്ന് വെച്ചാൽ അതിമനോഹരമാണ് ഇവിടം. താഴെ കാണുന്ന വീടുകളാണ്. മൂന്നാറിലൊരു കൊച്ചു ഗ്രാമം. അകലേക്ക് നോക്കി. ഈ ചെടി, ആ ചെടിയുടെ ആ കാറ്റത്ത് ലൈറ്റായിട്ട് കിടന്ന് ആടുന്നുണ്ടാവും. എന്താ എന്ത് രസമാണ് നോക്കിയത്. ഇവിടുന്ന് ഒത്തിരി കാഴ്ചകളുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ ഒരു ചെടിയുടെ ആ എങ്ങനെയുണ്ട്? അതിഭീകര കാഴ്ചയല്ലേ? അതിഭീകര കാഴ്ചകളാണ് ഇവിടെ. കാണാത്ത ഒരു സ്ഥലം കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ
ഒരു തരം ചെടിയാണ്. നല്ല രസമുണ്ടല്ലേ അത്? എന്താ രസം! താഴത്തുനിന്നുള്ള അടിപൊളിയല്ലേ വ്യൂ? ഇതിൻ്റെ താഴെ നമുക്കൊരു സംഭവമുണ്ട്. അത് നമുക്ക് അപ്പുറത്തേക്ക് മാറി നോക്കാം. അപ്പോൾ അത് കിട്ടും. പതിയെ നമ്മളൊന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് വേണ്ട, നൈസ് വ്യൂ നോക്കി. കുട്ടികളൊക്കെ താഴെ കളിക്കുന്നുണ്ട്. അവിടെ അതിലൂടെ വണ്ടികൾ പോകുന്നുണ്ടോ? ഈ ചെടിയുടെ ഇലയെടുത്തിട്ട് ചെറുതായിട്ട് തിരുമ്മി മണപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മൂക്കടപ്പ് സംബന്ധപ്പെട്ട സംഭവങ്ങൾക്ക് പോകുന്നതൊക്കെ ഇവിടെയുള്ളവർ പറയണേക്കാം. ഈ ചെടി എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരാൾ കണ്ടപ്പോൾ അവർ പറഞ്ഞു തന്നാണ്. ഇത് നമ്മുടെ നാട്ടിൽ ഇത് വളരുമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മറ്റേതോ സ്ഥലത്ത് വന്ന് നിൽക്കുന്ന ഒരു ഫീല്. അതിമനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പിലേക്ക് പോകാം നമുക്ക്. അവിടെ ഒരു നമ്മുടെ ഫേവറേറ്റ് മഞ്ഞപ്പൂക്കൾ ആ ആകാശത്തിൻ്റെ നീലിമയും കൂടി കാണണം. അപ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ഭംഗി അല്ലേ? ചെറിയ ഒട്ടിട്ട് വരുന്നുണ്ടോ? നമുക്കിതിൽ നിന്നൊരു റിവേഴ്സ് ഷോട്ട് പോയി നോക്കാം. എത്ര മനോഹരമായി കിട്ടും എന്ന് നോക്കാം. അടിപൊളിയല്ലേ? അപ്പോൾ നമ്മൾ നല്ലൊരു പ്രദേശം കണ്ടില്ലേ? മനോഹരമായില്ലേ? മനസ്സൊക്കെ ഒന്ന് കുളിർന്നില്ലേ? മൂന്നാറിൽ ഒത്തിരിയുണ്ട് എന്ന് തോന്നുന്നു ഇതുപോലത്തെ കാഴ്ചകൾ. നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചകളിൽ നിന്നും കുറേ വേറിട്ട് മൂന്നാറിൽ എന്തൊക്കെ കാണാൻ പറ്റും എന്നാണ് നമ്മുടെ അന്വേഷണം. മിക്കവാറും നമ്മളുടെ അന്വേഷണത്തിൽ നമ്മൾ വിജയിക്കും എന്ന് പ്രതീക്ഷിക്കാം. കാരണം യാത്രകൾ നമുക്ക് വിലപ്പെട്ടതാണ്. നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇനിയും ഇതിലും ഭംഗിയുള്ള ഒരു നല്ല പ്രദേശത്ത് നിന്നും മൂന്നാറിൻ്റെ പല പല എപ്പിസോഡുകൾ നമ്മൾ ചെയ്യാനുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻസാണ് ഇതെല്ലാം. നമുക്ക് അതുകൊണ്ട് തന്നെ ഇതെല്ലാം വളരെ വിലപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്യുന്നു. അതിനു മുമ്പായിട്ട് നമ്മളൊരു കുട്ടി
സൈൻ ഓഫ്. രസമല്ലേ? ബൈ.